കിഴക്കുംകര വെള്ളിക്കോത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ എന്നാരോപിച്ച് അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ ഡിസിസി വൈസ് പ്രസിഡന്റ് ബി.പി. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംകര വെള്ളിക്കോത്ത് റോഡിലൂടെയുള്ള യാത്ര ശോചനീയാവസ്ഥയാണെന്ന് ആരോപിച്ചാണ് അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് എക്കാൽ കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ ഡിസിസി വൈസ് പ്രസിഡന്റ് കിഴക്കുംകര വെള്ളിക്കോത്ത് എന്ന് പറയുന്നത് ഈ ജില്ലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, ഈ ജില്ലയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു പ്രദേശം എന്ന നിലയിൽ ഈ ജില്ലയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ വെള്ളിക്കോത്ത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഒരു മണ്ണ്, പി കുഞ്ഞിരാമൻ നായരുടെയും വിദ്വാൻ പി കേളുനായരുടെയും ഒക്കെ പാദസ്പർശമേറ്റ ഈ ഒരു പാതയിൽ കൂടി ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കുറേ നാളുകളായി ഇതേ രീതിയിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ ഇതൊരു വിഷയമായി, ജനകീയ വിഷയമായി ഇതിനകത്തൊരു ചർച്ചയായി ഉയർന്നു വന്നപ്പോൾ 2.5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഒരു സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ ആ പ്രതിഷേധ സമരം ഒരു സൂചനാ സമരമായി അന്ന് നമ്മളിവിടെ നടത്തിയപ്പോൾ ഇതുവഴി ഈ കുണ്ടിലും കുഴിയിലും കൂടി പോകുമ്പോൾ കുലുങ്ങാത്ത അധികാരികൾ, ഇത്ര വലിയ കുഴിയിൽ വീണാൽ പോലും പഞ്ചായത്തിൻ്റെ വാഹനത്തിൽ പോകുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും കുലുങ്ങാത്ത ആളുകൾ നമ്മുടെ അന്നത്തെ ആ സമരം കണ്ടപ്പോൾ ഒന്ന് കുലുങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ കോൺഗ്രസ് അതിശക്തമായ സമരവുമായി ഇനിയും രംഗത്തിറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിസിസി ജനറൽ സെക്രട്ടറി പി.വി. സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ രവീന്ദ്രൻ കടപ്പുറം, സിന്ധു ബാബു, സതീശൻ പരക്കാട്ടിൽ, വി.വി. നിശാന്ത്, വിമല കുഞ്ഞികൃഷ്ണൻ, നാരായണൻ കാട്ടുകുളങ്ങര, ശ്രീനിവാസൻ മടിയൻ, സി.പി. ഉണ്ണികൃഷ്ണൻ നായർ, എസ്.കെ. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഗദ്ദാഫി മൂലക്കണ്ടം സ്വാഗതവും സെക്രട്ടറി രാജീവൻ വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.